ദൈവവചനത്തോട് നിങ്ങൾ പ്രതികരിച്ചാൽ ദൈവവചനം ഇന്ന് പകൽ നിങ്ങളോടും പ്രതികരിക്കും. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് അയച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ ജനിച്ചു. യേശു കർത്താവ് നാം മരിക്കേണ്ടതിന് പകരമായി ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. നമ്മെ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മരണത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് യേശു നമുക്കെല്ലാവർക്കും വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട രക്ഷയുടെ വചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ഒരാൾ ജനിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അത് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ കർത്താവ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ യേശുവിനോടൊന്ന് പറ, യേശുവേ, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പാപമെന്തെന്നറിയാത്തവനാണ്, അങ്ങിൽ പാപം ഒട്ടുമില്ല ദൈവമേ. അവിടുന്ന് ക്രൂശിൽ തകർക്കപ്പെടാനുള്ള കാരണം ഞാനാണ്. യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നോട് കരുണ തോന്നണമേ. നിങ്ങളൊന്ന് പ്രതികരിക്കുമോ? യേശുവേ, ഞാൻ പാപിയാണ്. ഒന്ന് പ്രതികരിക്കുമോ? 32-ാം സങ്കീർത്തനത്തിൽ ദൈവഭക്തൻ പ്രതികരിച്ചു. പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപം അത് കടും ചുവപ്പായിരുന്നാലും ഇന്ന് പകൽ പാപിയാണെന്ന് സമ്മതിച്ച് പാപം ഏറ്റുപറഞ്ഞാൽ ദൈവം നിങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കും. ദൈവവചനത്തോട് പ്രതികരിച്ചാൽ വചനം നിങ്ങളോട് പ്രതികരിക്കും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. നിങ്ങളൊന്ന് അടുത്ത് വന്ന് നോക്കിക്കേ, ദൈവം അടുത്ത് വരും. വീട്ടിൽ നിന്ന് അകന്നുപോയ ഇളയ മകൻ അപ്പൻ്റെ അടുക്കൽ നിന്നും തനിക്കുള്ള വസ്തുവക മുഴുവൻ വാങ്ങിക്കൊണ്ട് അത് നാനാവിധമാക്കി ദൂർത്തടിച്ച് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പുറകെ സഞ്ചരിച്ച് കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് തനിക്ക് സുബോധം വന്നു. അപ്പാ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു, ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു എന്ന് പറയാൻ തീരുമാനിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. അപ്പൻ്റെ ഭവനത്തിലേക്ക് നടന്ന് അടുക്കുമ്പോൾ 2 ചുവട് വെച്ചപ്പോൾ മറുഭാഗത്ത് അപ്പൻ ഓടി വരികയാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി 2 ആ ഇളയ മകൻ നടന്ന് അടുക്കുമ്പോൾ അപ്പൻ അവനോട് ഓടി അടുക്കുകയാണ്. 1000 സ്റ്റെപ്പുകൾ ദൈവം വയ്ക്കും. ഒരു സ്റ്റെപ്പ് വയ്ക്കാമോ? പ്രതികരിച്ചു നോക്ക്, ദൈവം നിങ്ങളോട് പ്രതികരിക്കും. ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി ഈ ഭൂമിയിലെ രാജകൊട്ടാരത്തിൻ്റെ പടിപ്പുരയ്ക്കൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ രാജാതിരാജാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയ മൊർദെഖായിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ അതിവേഗത്തിലായിരുന്നു. 3 ദിവസത്തെ ഉപവാസത്തിൻ്റെ ശക്തി, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഉത്തരമരുളുമെന്ന വചനത്തിൻ്റെ ശക്തി, ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, ഒരു ജനതയുടെ വിടുതലായിരുന്നു. പ്രതികരിക്കാമോ? വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. വചനത്തോട് പ്രതികരിച്ചാൽ വചനം ഇന്ന് പകൽ നിങ്ങളോട് പ്രതികരിക്കാൻ പോകുന്നു. പ്രതികരിക്കുക.
വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.